പൊന്നാനി നഗരസഭ പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു. പൊന്നാനി നഗരസഭയുടെ 2025-26 വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു. പൊന്നാനി അക്ബർ ഓഡിറ്റോറിയത്തിലായിരുന്നു ജനറൽ ബോഡി യോഗം ചേർന്നത്. നഗരസഭാ കൌൺസിലർമാർക്ക് പുറമെ വിവിധ മേഖലയിലെ പ്രമുഖരെയും വിവിധ സംഘടനാ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ജനറൽ ബോഡി യോഗം നടന്നത്. 13 വിഭാഗങ്ങളായി തിരിച്ച് വിശദമായ ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പദ്ധതി അവലോകനത്തിന് ശേഷമായിരുന്നു ജനറൽ ബോഡി യോഗം അവസാനിച്ചത്. പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇവിടങ്ങളിലൊക്കെ തന്നെ മുമ്പ് ഒരിക്കലും അത് ആരംഭിക്കുന്ന കാലത്തില്ലാതിരുന്ന ഒട്ടേറെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് സാധ്യമായി എന്നുള്ളത് ഈ ആസൂത്രണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിലയിരുത്തുന്ന ഈ വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗത്തിൽ നമ്മൾ വിലയിരുത്തിക്കൊണ്ട് അത്തരം കേന്ദ്രങ്ങളിൽ എന്തെല്ലാം മികച്ച രീതിയിലുള്ള സംവിധാനങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്ന ഫണ്ടിന്റെ പരിമിതി വെച്ചുകൊണ്ട് നമുക്ക് സാധ്യമാക്കാൻ കഴിയുക എന്ന ആലോചന കൂടി അത്തരം വർക്കിംഗ് ഗ്രൂപ്പുകളിൽ നടക്കണം. നഗരാരോഗ്യ കേന്ദ്രങ്ങൾ അഥവാ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ 6 നഗരസഭയിൽ ആരംഭിക്കുന്നതിനുള്ള അനുമതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. 4 നല്ല രീതിയിൽ പ്രവർത്തിച്ചു. പുതുവനാൻ, പള്ളപ്പുറത്ത്, കടവനാട്, അതുപോലെ ചാണ റോഡില്, കോട്ടത്തറയിൽ ആരംഭിക്കാനിരിക്കുന്നു, നെയ്തല്ലൂർ മറ്റൊന്ന് ആരംഭിക്കാനിരിക്കുന്നു. അങ്ങനെ നെയ്തല്ലൂരിലുള്ള ഒരാള് അവരുടെ കുടുംബത്തിൽപ്പെട്ട പലർക്കും അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ നേരിട്ട് താലൂക്ക് ആശുപത്രിയിലോ PHC വരേണ്ട ആവശ്യമില്ല. അവിടെ ഡോക്ടറും നഴ്സും അതുപോലെ തന്നെ ഫാർമസിസ്റ്റും അടങ്ങുന്ന ചികിത്സാ സംവിധാനം ഒരുക്കി കൊടുക്കുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ആരോഗ്യ സംവിധാനങ്ങൾ എത്തിക്കുന്ന സംവിധാനം കൂടി നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ രജീഷ് ഉപ്പാല, ടി മുഹമ്മദ് ബഷീർ, ഷീന സുദേശൻ, റീന പ്രകാശൻ, ഇക്ബാൽ മഞ്ചേരി, ഒ ഷംസു തുടങ്ങിയവരും ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.